ക്രിസ്മസ് പാപ്പാമാരുടെ സംഗമ കേന്ദ്രമായി തൃശൂർ നഗരം. ബോണ്ണത്താലയിൽ അണിനിരന്നത് 15,000 പാപ്പാമാർ. ബിജെപി സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് മേയർ എം കെ വർഗീസ് ക്രിസ്തുമസ് കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്ന് സിപിഐ നേതാവ് VS സുനിൽകുമാർ. സുനിൽകുമാറിന്റെ പ്രസ്താവനയെ വില കൽപ്പിക്കുന്നില്ലെന്ന് മേയർ. ചാവക്കാട് വഖഫ് ഭൂമി വിവാദത്തിൽ ഭൂവുടമകൾക്ക് ആശ്വാസം. ഭൂവുടമകളിൽ നിന്ന് നികുതി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയ റവന്യൂ മന്ത്രി. ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട 37 കുടുംബങ്ങൾക്കാണ് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിരുന്നത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ആദരസൂചകമായി രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. വാർത്തകൾ വിശദമായി. ക്രിസ്തുമസ് പാപ്പാമാരുടെ സംഗമ കേന്ദ്രമായി തൃശൂർ നഗരം. ബോണ്ണത്താലയിൽ 15,000 പാപ്പാമാരാണ് അണിനിരഞ്ഞത്. തൃശൂർ അതിരൂപതയും പൗരാവലിയും സംയുക്തമായാണ് ക്രിസ്തുമസ് പാപ്പാ സംഗമമായ ബോണ്ണത്താലെ ഒരുക്കിയത്. സെയിന്റ് തോമസ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ അതിരൂപതയിലെ 110ഓളം ഇടവകകളിൽ നിന്നുള്ള 15,000-ഓളം ക്രിസ്തുമസ് പാപ്പാമാർ നൃത്ത ചുവടുകൾ വെച്ചു. 21ഓളം നിശ്ചല ദൃശ്യങ്ങൾ അകമ്പടിയായി. ജില്ലയിലെ ക്രിസ്തുമസ് ആഘോഷത്തിന് പരിസമാപ്തി കുറിച്ച് നടന്ന പാപ്പാ ഘോഷയാത്ര കാണുവാൻ ആയിരങ്ങളാണ് സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയത്. മതനിരപേക്ഷതയുടെ ആഘോഷമായി ക്രിസ്തുമസിന് മാറ്റുകയാണ് ബോണ്ണത്താലെ എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ബോണ്ണത്താലെ ഘോഷയാത്ര സെന്റ് തോമസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മേയർ എം കെ വർഗീസ് അധ്യക്ഷനായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു, MLA പി ബാലചന്ദ്രൻ, തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത മാർ ഔഗിൻ കുര്യാക്കോസ്, യാക്കോബായ സുറിയാനി സഭ തൃശൂർ അധ്യക്ഷൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലീമിസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിശിഷ്ട വ്യക്തികൾ ചേർന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പൂരനഗരിയെ പാപ്പാനഗരിയാക്കി മാറ്റി ബോണ്ണത്താലെ. 10,000 അണിനിരുന്ന വർണ്ണാഭമായ കരോൾ ഘോഷയാത്രയോടെ സാംസ്കാരിക നഗരിയുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയായി. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകിയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച തൃശ്ശൂരിന്റെ സ്വന്തം ക്രിസ്മസ് പാപ്പാ സംഗമം അരങ്ങേറിയത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേ മനസ്സോടെയാണ് ബോണ്ണത്താലെ സ്പെഷ്യൽ കരോൾ ഗാനത്തിനൊപ്പം ചടുല ചുവടുകളുമായി ഘോഷയാത്രയിൽ അണിനിരുന്നത്. വിവിധ ഇടവകളിൽ നിന്നായി ചുവപ്പും വെള്ളയും നിറം ചാർത്തിയ 10,000-ൽ പരം ക്രിസ്മസ് പാപ്പാമാരാണ് സ്വരാജ് റൗണ്ടിൽ ചുവട് വെച്ചത്. വിവിധ ഇടവകാംഗങ്ങൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും കരോൾ ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി. കുട്ടിമാലാകമാരും ഭിന്നശേഷിക്കാരും അംഗപരിമിതരും അടങ്ങുന്ന വീൽചെയർ പാപ്പാമാരും റോളർ സ്കേറ്റിംഗ് പാപ്പമാരും ബൈക്കുകളിലെത്തിയ പാപ്പമാരും നഗരവീതിയെ ആവേശത്തിലാഴ്ത്തി. 21 വ്യത്യസ്ത നിശ്ചല ദൃശ്യങ്ങളാണ് ഇക്കുറി സാന്താക്ലോസ് റാലിക്ക് പകിട്ടേകിയത്. ഇതിൽ ഇത്തവണത്തെ ഹൈലൈറ്റായ 60 അടിയോളം നീളത്തിലുള്ള LED ലൈറ്റുകളാൽ അലങ്കരിച്ച ചലിക്കുന്ന ഏദൻ തോട്ടം ഏവരുടെയും മനം കവർന്നു. ക്രിസ്മസ് വില്ലേജ്, പുൽക്കൂട്, ക്രിസ്മസ് തൊപ്പിയും നക്ഷത്രവും, ക്രിസ്മസ് ട്രെയിനും വിമാനവും, കൂറ്റൻ ചിത്രശലഭം തുടങ്ങി തിരുപ്പിറവി അടക്കമുള്ള ബൈബിൾ രംഗങ്ങളും കാഴ്ചയ്ക്ക് വിരുന്നേകി. തൃശ്ശൂരിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതും കേരളത്തിന്റെ പാരമ്പര്യ തനിമ അടയാളപ്പെടുത്തുന്നതുമായ ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. ഇന്നും നൊമ്പരമായി അവശേഷിക്കുന്ന വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അടക്കമുള്ള സമകാലിക സംഭവങ്ങളുടെ ദൃശ്യാവിഷ്കാരവും ശ്രദ്ധയാകർഷിച്ചു. സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആരംഭിച്ച സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന ഘോഷയാത്രയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ആയിരങ്ങളാണ് പാപ്പാ സംഗമം വീക്ഷിക്കാനായി നഗരത്തിലേക്ക് എത്തിയത്.
ഘോഷയാത്രയോടനുബന്ധിച്ച് സ്വരാജ് റൗണ്ടിൽ പോലീസ് വാഹന ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. ബോൺനതാലെ TCV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. കേവലം ആഘോഷത്തിനുമപ്പുറം കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പരസ്പര സൗഹാർദ്ദത്തിന്റെയും നല്ല സന്ദേശം കൂടിയാണ് ഓരോ ബോൺനതാലയും പങ്കുവെക്കുന്നത്. പാപ്പാനഗരിയിൽ നിന്നും ക്യാമറാമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, ടീം TCV. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിനെതിരെ ആഞ്ഞടിച്ച് CPI നേതാവും മുൻ മന്ത്രിയുമായ VS സുനിൽകുമാർ. BJP സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് മേയർ MK വർഗീസ് ക്രിസ്തുമസ് കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്ന രീതിയാണ് ഇതെന്നും സുനിൽകുമാർ ആരോപിച്ചു. മേയറെ തുടരാൻ തീരുമാനിച്ചതാണ് പ്രശ്നമെന്നും LDFനെ പരോക്ഷമായി പഴിച്ചുകൊണ്ട് VS സുനിൽകുമാർ പറഞ്ഞു. BJPയുടെ സ്നേഹ സന്ദേശയാത്രയുടെ ഭാഗമായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ MK വർഗീസിനെ ക്രിസ്തുമസ് ദിനത്തിൽ സന്ദർശിച്ച് കേക്ക് കൈമാറിയിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് മേയർക്കെതിരെ തുറന്നടിച്ച് VS സുനിൽകുമാർ രംഗത്തെത്തിയത്. തനിക്കെതിരെയുള്ള VS സുനിൽകുമാറിന്റെ പ്രസ്താവനയെ വിലകൽപ്പിക്കുന്നില്ലെന്ന് മേയർ MK വർഗീസ്. ക്രിസ്തുമസിന് സ്നേഹം പങ്കിടുന്നതിന്റെ ഭാഗമായാണ് തന്നെ സന്ദർശിച്ച BJP പ്രസിഡന്റ് K സുരേന്ദ്രനിൽ നിന്ന് കേക്ക് സ്വീകരിച്ചത്. താൻ പൂർണ്ണമായും ഇടതുപക്ഷത്തോടൊപ്പമാണ്. BJP പ്രസിഡന്റ് K സുരേന്ദ്രന്റെ ക്രിസ്തുമസ് ദിനത്തിന്റെ സന്ദർശനം ആസൂത്രിതമായിരുന്നു എന്ന ആരോപണം ഉന്നയിച്ചവരോട് തന്നെ അതേപ്പറ്റി ചോദിക്കണമെന്നും മേയർ പറഞ്ഞു. പിന്നെ സുനിൽകുമാർ ഇപ്പോൾ MP ആണെങ്കിൽ MP ആണെന്ന് വിചാരിക്കുക. അദ്ദേഹം എന്താ BJP ഒരു കേക്ക് കൊടുത്താൽ മേടിക്കില്ലേ? എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല? ഒരു കേക്ക് എൻ്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്നുദ്ദേശിച്ച് ഞാനിവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയെന്നാണോ ചരിത്രം? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുനിൽകുമാറിന് ഇപ്പോൾ എന്തും പറയാം, കാരണം പുറത്താണ് നിൽക്കണേ. ഞാൻ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതാണ്, അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ. അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം ഇടതുപക്ഷത്ത് നിലനിൽക്കുന്ന ഒരാളാണത് പറയണേ, ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ. കാരണം ഇന്നേ വരെ അദ്ദേഹത്തിന് എന്താണ് എന്നോട് ഇത്ര സ്നേഹമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നൊരു കേക്ക് തന്നു, അയാൾക്കൊരു ചായ കൊടുത്ത് ഇത്ര വലിയ തെറ്റാണോ? എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഈ സുനിൽകുമാർ ഒരു മേയർ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കോർപ്പറേഷനകത്തേക്ക് മേയർ എന്ന നിലയ്ക്ക് ഒന്ന് കാണാൻ വന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ 1000 കോടി ചെലവ് ചെയ്തിട്ടുണ്ട്, അത് മേയർ പറഞ്ഞില്ല. ഞാൻ പറയണമെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ടേ? ഞാൻ റോട്ടിൽ ഇറങ്ങി നിന്ന് പറയാൻ പറ്റൂ. ഇവിടുത്തെ മുൻ മന്ത്രിയായിരുന്ന സുനിൽകുമാർ 1000 കോടി ചെലവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കണ്ടേ? ആകെ വന്നത് ആരാണ്? അദ്ദേഹം വന്നു. ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു പോകുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെ, എൻ്റെ രാഷ്ട്രീയം വേറെ. പക്ഷേ എൻ്റെ ഓഫീസിനകത്ത് ഒരു കാൻഡിഡേറ്റ് വന്നാൽ ഒരു സാമാന്യ മര്യാദ പിടിച്ചിരുത്തി ചായ കൊടുത്തു. ഇത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സുനിൽകുമാറിന് എന്താണോ അങ്ങനെ തോന്നിയത്, ബാക്കി ആർക്കും പറഞ്ഞിട്ടുമില്ല, തോന്നിയിട്ടുമില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇടതുപക്ഷത്തിന്റെ താൽപര്യമാണ് തന്റെ താൽപര്യം. മേയർ എന്ന പദവിയുടെ ചട്ടക്കൂടിനകത്തു നിൽക്കുമ്പോൾ എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തേണ്ടതുണ്ട്. അതിൽ രാഷ്ട്രീയ താൽപര്യം ആരോപിക്കുന്നത് തെറ്റാണെന്നും MK വർഗീസ് പറഞ്ഞു. അതേസമയം മേയർ BJP നേതാവിൽ നിന്ന് കേക്ക് സ്വീകരിച്ചതിൽ തെറ്റ് കാണാനാവില്ലെന്ന് കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിയും CPI കൗൺസിലർ I സതീഷ് കുമാറും മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രിസ്തുമസ് കാലത്ത് സമുദായ നേതാക്കളെയും പ്രമുഖരെയും കാണുന്നതിൽ ആരും രാഷ്ട്രീയം കാണാറില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ചുരുക്കാണ് VS സുനിൽകുമാറിനെ. താൻ സുനിൽകുമാറിന്റെ വീട്ടിൽ പോയി ചായ കുടിച്ചിട്ടുണ്ടെന്നും സുനിൽകുമാർ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും K സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. നിലപാടുകളും സൗഹൃദങ്ങളും രണ്ടും രണ്ടായി കാണണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ചാവക്കാട് വഖഫ് ഭൂമി വിവാദത്തിൽ ഭൂവുടമകൾക്ക് ആശ്വാസം. ഭൂവുടമകളിൽ നിന്ന് നികുതി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി റവന്യൂ വകുപ്പ് മന്ത്രി. വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട 37 കുടുംബങ്ങൾക്കാണ് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിരുന്നത്.
ചാവക്കാട്, ഒരുമനയൂർ, ഗുരുവായൂർ താലൂക്കുകളിലെ 10 ഏക്കർ സ്ഥലം തിരിച്ചുപിടിക്കാനാണ് നോട്ടീസ് നൽകിയിരുന്നത്. പുഴയ്ക്കൽ തറവാട്ടുകാർക്ക് ചാർത്തിക്കിട്ടിയ ഭൂമിയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ വീട്ടുകാർക്കുൾപ്പെടെയാണ് നോട്ടീസ് ലഭിച്ചത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ശനിയാഴ്ച ഡൽഹിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. മുൻ പ്രധാനമന്ത്രിയോടുള്ള ആദരസൂചകമായി രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസും 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പ്രയത്നിച്ച വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. വഴികാട്ടിയെയും ഉപദേഷ്ടാവിനെയുമാണ് നഷ്ടമായത് എന്ന് രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ അനുസ്മരിച്ചു. മൻമോഹൻ സിംഗിന്റെ നിര്യാണം രാജ്യത്തിന് തീരാനഷ്ടമാണെന്നും ദീർഘവീക്ഷണത്തോടെ രാജ്യത്തെ നയിച്ച വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്നും തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. മൻമോഹൻ സിംഗിന്റെ നിര്യാണം നമുക്കൊക്കെ ഒരു തീരാനഷ്ടമാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല, സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നില്ല, ജയിലിൽ പോയിട്ടില്ല. പക്ഷേ ലോകം അറിയുന്ന പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധനായിരുന്നു. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ലോകത്തെമ്പാടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി വന്നത്, പിന്നീട് പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചത്. രാഷ്ട്രീയമായ അസ്ഥിരതകളുണ്ടായിട്ടും ആക്ഷേപങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ അതീതമായി തികർന്ന ദീർഘവീക്ഷണത്തോടെ രാജ്യത്തെ നയിക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. സൗമ്യതയും വിനയവുമായിരുന്നു മൻമോഹൻ സിംഗിന്റെ മുഖമുദ്ര. വിജ്ഞാനത്തോടൊപ്പം ലാളിത്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ കൈമുതൽ. പ്രധാനമന്ത്രി പദം വരെ എത്തിയ മൻമോഹൻ സിംഗിന്റെ ജൈത്രയാത്ര അസാമാന്യമായ കഠിന പ്രയത്നത്തിന്റേതുകൂടിയാണ്. നിലവിലെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ജാക്കോൾ ജില്ലയിലെ ഗാഹ് ഗ്രാമത്തിൽ 1932 സെപ്റ്റംബർ 26 മൻമോഹൻ സിംഗിന്റെ ജനനം. പിതാവ് ഗുർമുഖ് സിംഗ് ഉണക്കപ്പഴങ്ങളുടെ മൊത്ത കച്ചവടക്കാരനായിരുന്നു. ഗാഹിലെ സ്കൂളിലായിരുന്നു മൻമോഹൻ സിംഗിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. സ്വാതന്ത്ര്യാനന്തരം കുടുംബം അമൃത്സറിലേക്ക് കുടിയേറി. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ധനതത്വശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും 1ാം റാങ്കോടെ പാസായി. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകളിൽ ഉപരിപഠനം. 3 വർഷം ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി സേവനമനുഷ്ഠിച്ചു. 1972 ധനവകുപ്പിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ അദ്ദേഹം 1976 ധനമന്ത്രാലയം സെക്രട്ടറിയായി. ലോകം വലിയ സാമ്പത്തിക വെല്ലുവിളി നേരിട്ട മാന്ദ്യത്തിന്റെ കാലത്ത് 91 നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായി മൻമോഹൻ സിംഗ് ഇന്ത്യയെ നയിച്ചു. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി മൻമോഹൻ. തകർച്ചയിലേക്ക് നീങ്ങിയ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥിതിക്ക് ആ പരിഷ്കരണങ്ങൾ താങ്ങായി. മൻമോഹൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത് വളർച്ചയുടെ പാതയായി. ആരോഗ്യം തളർന്നിട്ടും മൻമോഹൻ സിംഗ് കർമ്മനിരതനായിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിലാണ് 33 വർഷത്തെ സേവനത്തിന് ശേഷം മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്ന് വിരമിച്ചത്. TCV ന്യൂസ്, തൃശൂർ. ഇന്ത്യയുടെ മതേതര പാരമ്പര്യം സംരക്ഷിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ടെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ആമ്പല്ലൂരിൽ നടക്കുന്ന SYS കേരള യുവജന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വർഗീയതയും വിദ്വേഷവും പടർത്താൻ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട്. അതിനെ ആരും വളം വെച്ചു കൊടുക്കരുത്. കേരളത്തിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും മതേതരമായി ചിന്തിക്കുന്നവരാണ്. തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളുടെ പേരിൽ മതേതര വിശ്വാസികളെ വർഗീയവാദികളായി ചിത്രീകരിക്കരുത്. സമൂഹത്തിൽ സ്വാധീനമില്ലാത്ത സംഘടനകൾക്ക് അനാവശ്യ പ്രചാരം നൽകുന്നതും ഗുണകരമല്ല. വർഗീയ ചേരിതിരിവുകളെ ശക്തമായി പ്രതിരോധിക്കാനാകണമെന്നും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെയുണ്ടായ അക്രമങ്ങളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും
അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ പണ്ഡിതൻ യഹിയ റോഡസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി അധ്യക്ഷത വഹിച്ചു. മന്ത്രി കെ രാജൻ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ സഖാഫി ഫൈസി, M മുഹമ്മദ് സഖാഫി എന്നിവർ സംസാരിച്ചു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് സുന്നി എന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്ന വിശ്വാസം എന്താണ് എന്നും ഈ സമ്മേളനങ്ങളിൽ വിവരിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് വേറൊരു അബ്ദുറഹ്മാൻ സഖാഫി ആരംഭിച്ചുകൊണ്ടിരുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ചടങ്ങുകളിൽ ജനുവരി 1 മുതൽ പഴയ നിലയിൽ ആനകളെ പങ്കെടുപ്പിക്കുവാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ക്ഷേത്രത്തിൽ ദിവസവും 3 ആനകളോടെ നടത്തിയിരുന്ന ശീവേലി എഴുന്നള്ളിപ്പ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 1 ആനയാക്കി ചുരുക്കിയിരുന്നു. ക്ഷേത്രത്തിനകത്ത് ആളുകളുമായുള്ള അകലം പാലിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് ആനയുടെ എണ്ണം കുറച്ചത്. ഏകാദശിക്ക് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പും ഗജരാജൻ അനുസ്മരണവും നിബന്ധനകൾ പാലിച്ചാണ് നടന്നത്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ ജനുവരി 1 മുതൽ ക്ഷേത്ര ചടങ്ങുകളിൽ മുൻപുണ്ടായിരുന്നതുപോലെ ആനകളെ പങ്കെടുപ്പിക്കുവാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിക്കുകയായിരുന്നു. 2012 നാട്ടാന പരിപാലന ചട്ടം പൂർണ്ണമായി പാലിച്ചാകും ആനകളെ ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുക. യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, VG രജീന്ദ്രൻ, മനോജ് B നായർ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ പങ്കെടുത്തു. കൊടകര വട്ടേക്കാട് മര്യാദമൂലയിൽ 2 യുവാക്കൾ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. വട്ടേക്കാട് ചീനാത്ത് വീട്ടിൽ ഹരീഷിനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച അർദ്ധരാത്രിയിലുണ്ടായ അക്രമ സംഭവത്തിൽ വട്ടേക്കാട് സ്വദേശികളായ കല്ലിങ്ങപ്പുറം വീട്ടിൽ സുജിത്ത്, മടത്തിക്കാടൻ വീട്ടിൽ അഭിഷേക് എന്നിവരാണ് കുത്തേറ്റ് മരിച്ചത്. പാലപ്പള്ളിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ്. കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ. പാലപ്പള്ളി തോട്ടം മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പരിശോധന കർശനമാക്കി വനം വകുപ്പ്. തോട്ടം തൊഴിലാളികളും ബൈക്ക് യാത്രക്കാരും പുലിയെ കണ്ടതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലും പുലി പതുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി പുതുക്കാട് എസ്റ്റേറ്റിലെ പാറയിടുക്കുകൾക്ക് സമീപം വനപാലകർ വെള്ളിയാഴ്ച ക്യാമറ സ്ഥാപിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തോട്ടങ്ങളിലും വനാതിർത്തിയിലും പരിശോധന നടത്തിയെങ്കിലും പുലി ഇറങ്ങിയതായുള്ള ലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരാഴ്ച മുൻപ് തോട്ടത്തിൽ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം പാലപ്പള്ളിയിലും വലിയകുളത്തും പശുക്കുട്ടികളെ ആക്രമിച്ചു കൊന്നത് പുലിയാണെന്ന് അധികൃതർ പറയുന്നു. വലിയകുളത്ത് തൊഴിലാളികളുടെ പാടികൾക്ക് സമീപം തുടർച്ചയായി 3 ദിവസമാണ് പുലി ഇറങ്ങി പശുക്കുട്ടികളെ ആക്രമിച്ചത്. ഈ പ്രദേശത്ത് പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇന്ന് പുലിയെ കണ്ടു എന്ന് പറഞ്ഞ് ടാപ്പിംഗ് കാർ ഭയന്ന് ഓടുകയും നമ്മൾ ഫോറസ്റ്റിനെ വിവരം അറിയിച്ചത് പ്രകാരം ആ ഫോറസ്റ്റുകാർ വന്ന് പുലി പതുങ്ങി നിൽക്കാൻ ചാൻസുള്ള ഒരു ഏരിയ കണ്ടെത്തുകയും ആ ഭാഗത്ത് ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പുലിയാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പുലി വന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളും ഇതുവരെ നമുക്ക് കണ്ടെത്താനായിട്ടില്ല. എങ്കിലും നമ്മൾ പറഞ്ഞ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവർ ഇന്ന് ഒരു ക്യാമറ ആ ഭാഗത്ത് സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിള്ളത്തോട് ഭാഗത്ത് പുലി റോഡ് മുറിച്ചു കടന്നത് ബൈക്ക് യാത്രക്കാർ കണ്ടതായി പറയുന്നു. വ്യാഴാഴ്ച രാവിലെ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ 4 തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടിയിരുന്നു. പാലപ്പള്ളിയിൽ വിവിധ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തൊഴിലാളി കുടുംബങ്ങളും യാത്രക്കാരും ആശങ്കയിലാണ്. TCV പുതുക്കാട്. നെല്ല് സംഭരണ തറവിലയിൽ വെട്ടിക്കുറച്ച പ്രോത്സാഹന തുക പുനഃസ്ഥാപിക്കാനും രാസവളത്തിന്റെയും കീടനാശിനികളുടെയും വിലവർദ്ധനവ് തടയാനും ആവശ്യപ്പെട്ട് കോൾ കർഷകർ സമരരംഗത്തേക്ക്. സമരപരിപാടിയുടെ ഭാഗമായി ഈ മാസം 31-ന് കളക്ടറേറ്റിന് മുൻപിൽ കർഷകരുടെ കൂട്ടധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഏനമാവ്, ഇടിയഞ്ചിറ, കുത്തുമാക്കൽ, ഇല്ലിക്കൽ, കൊറ്റൻകോട് എന്നീ റെഗുലേറ്ററുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി യന്ത്രവൽക്കരിക്കുക, കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക, കൃഷിവകുപ്പ് ശുപാർശ ചെയ്യുന്ന അളവിൽ കുമ്മായം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചാണ് കോൾ കർഷകർ സമരരംഗത്തിറങ്ങുന്നത്. കോൾ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA, ജനറൽ സെക്രട്ടറി KK കൊച്ചു മുഹമ്മദ്, മറ്റ് ഭാരവാഹികളായ KK രാജേന്ദ്രബാബു, ഗോപി കൊളങ്ങാട്ട്, NS അയ്യൂബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിലേക്കുള്ള കാലഹരണപ്പെട്ട കുടിവെള്ള പൈപ്പ് കരിങ്ങാച്ചിറയിൽ പൊട്ടുന്നതും റോഡ് തകരുന്നതും പതിവാകുമ്പോഴും പരിഹാര പദ്ധതി വൈകുകയാണ്. കൊടുങ്ങല്ലൂരിലേക്കുള്ള കുടിവെള്ള പൈപ്പ് കരിങ്ങാച്ചിറയിൽ വെള്ളിയാഴ്ച പുലർച്ചെ വീണ്ടും പൊട്ടിയതോടെ റോഡ് പകുതിയിലധികം പൊളിച്ചാണ് തകരാർ പരിഹരിച്ചത്. പൊട്ടിയ ഭാഗത്തെ പൈപ്പ് മാറ്റിയാണ് കുടിവെള്ള വിതരണം വൈകിട്ട് പുനഃസ്ഥാപിച്ചത്. പൊളിച്ച റോഡ് പുനർനിർമ്മാണം പൂർണ്ണമായി നടത്താതെ മണ്ണിട്ട് മൂടുന്നതാണ് പതിവ് രീതി. 1 വർഷം മുൻപ് മുതൽ 100 മീറ്റർ നീളത്തിലുള്ള ഭാഗത്തെ റോഡ് 5 സ്ഥലത്താണ് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പൊളിച്ചിട്ടുള്ളത്. ആദ്യം മണ്ണിട്ടും പിന്നീട് മെറ്റലിട്ടും ഭാഗികമായി മൂടുന്നതല്ലാതെ ഗതാഗതയോഗ്യമാക്കാറില്ല. ഈ ഭാഗത്ത് ഒറ്റവരി ഗതാഗതമാണ് സാധ്യമാകുന്നത്. കുടിവെള്ള വിതരണത്തിൽ കൊടുങ്ങല്ലൂരിനെ സ്വതന്ത്രമാക്കാനുള്ള പദ്ധതിക്ക് ബജറ്റിൽ 100 രൂപ ടോക്കൺ വകയിരുത്തിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ബജറ്റിൽ 75 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. ആധുനിക ഓട്ടോമാറ്റിക് രീതിയിലുള്ള സംവിധാനമാണ് പദ്ധതിയിൽ ഉള്ളത്. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് 50 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയുമായി തൃശൂർ കേരള വിഷൻ സമ്മാനോത്സവ് 2025 തുടക്കമായി. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന ജില്ലയിലെ കേരള വിഷൻ സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിൽ സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷിന് കൂപ്പൺ നൽകിക്കൊണ്ട് COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് നിർവഹിച്ചു. തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD T ജയപ്രകാശ്, KCCL MD PP സുരേഷ് കുമാർ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ല മുഴുവനും പാലക്കാട്, എറണാകുളം ജില്ലകളിൽ ഭാഗികമായും തൃശൂർ കേരള വിഷൻ ഡിജിറ്റൽ സിഗ്നലും ബ്രോഡ്ബാൻഡ് സിഗ്നലും നൽകി വരുന്ന ഓപ്പറേറ്റർമാരുടെ കീഴിലുള്ള മാസവരി കൃത്യമായി അടയ്ക്കുന്ന മുഴുവൻ വരിക്കാരെയും ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓരോ 250 രൂപയുടെ വരിസംഖ്യയ്ക്കും ഒരു സമ്മാന കൂപ്പൺ കേരള വിഷൻ വരിക്കാർക്ക് ലഭിക്കും. 2025 ജനുവരി മുതൽ മാർച്ച് 31 വരെ മാസം തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഒരു EV സ്കൂട്ടറും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. 3 മാസത്തിന് ശേഷം സൂപ്പർ ബമ്പർ സമ്മാനമായി ഒരു EV കാർ, 5 ഇൻവെർട്ടർ AC, 5 വാഷിംഗ് മെഷീൻ, 5 ആൻഡ്രോയിഡ് TV എന്നിവയും 5000 പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. TCV ന്യൂസ്, തൃശൂർ. കലാഭവൻ മണിയുടെ ഓർമ്മകൾ കുടികൊള്ളുന്ന വാഹനം ഇനി വായനാ വണ്ടി. ഈസ്റ്റ് ചാലക്കുടി ഗവൺമെന്റ് സ്കൂളിലേക്ക് മണി നൽകിയ മിനി ബസ്സാണ് വായനാ കളരിയാകുന്നത്. കാലഹരണപ്പെട്ട വാഹനം വർഷങ്ങളായി തുരുമ്പെടുത്ത് നശിക്കുകയായിരുന്നു. VR പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ കണ്ടെത്തിയ ആശയമായിരുന്നു മണിച്ചേട്ടന്റെ വാഹനത്തെ സംരക്ഷിക്കൽ. ഒപ്പം വിദ്യാർത്ഥികളുടെ വായനാശീലം വളർത്തിയെടുക്കുന്നതിന് ഒരു ഉപാധിയും. താൻ പഠിച്ച വിദ്യാലയത്തിന് 2010 മണി ഒരു ബസ് സംഭാവനയായി നൽകിയത്. മണി തന്നെ വാഹനം ഓടിച്ച് ഉദ്ഘാടനവും നിർവഹിച്ചു. വാഹനത്തിന്റെ ഡീസൽ പണം നഗരസഭ വഹിച്ചത് തദ്ദേശ വകുപ്പിന്റെ ഓഡിറ്റിംഗിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഇതോടെ വാഹനത്തിന്റെ ബാധ്യത മുഴുവൻ അധ്യാപകരുടെ ചുമലിലായി. പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ശമ്പളത്തിൽ നിന്നും പണം നൽകി 2018 വരെ വാഹനം നിരത്തിലിറക്കി. എന്നാൽ കോവിഡ് പിടിമുറുക്കിയ 2020 വാഹനം എന്നേക്കുമായി കട്ടപ്പുറത്തുമായി. തുരുമ്പെടുത്ത് നശിക്കുന്ന മിനി ബസിനെ സംരക്ഷിക്കുന്നതിന് ലളിതമായ പദ്ധതി തയ്യാറാക്കി NSS ക്യാമ്പിലെ കുട്ടികൾ അധ്യാപകർക്ക് മുന്നിലെത്തിച്ചപ്പോൾ അവർക്കും പൂർണ്ണ സമ്മതം. കുട്ടികൾ 200ഓളം പുസ്തകങ്ങൾ വാഹനത്തിനകത്ത് അടുക്കി വെച്ചാണ് വായനശാല ഒരുക്കിയത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു സഞ്ചരിക്കാത്ത പുസ്തക വണ്ടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ TD എലിസബത്ത് അധ്യക്ഷയായി. കൗൺസിലർ ഷിബു വാലപ്പൻ, പ്രോഗ്രാം ഓഫീസർ വിജീഷ് ലാൽ, സ്കൂൾ HM A ജയശ്രീ, PTA പ്രസിഡന്റുമാരായ ജോഫിൻ ജോസ്, VH ധനീഷ്, സ്കൂൾ ലീഡർമാരായ കൃഷ്ണജിത്ത്, നിയാഗ്രേസ്, ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. TCV ചാലക്കുടി. മാള ഫൊറോന പള്ളിയിലെ സെമിത്തേരിയിൽ കല്ലറയിലെ മെഴുകുതിരിയിൽ നിന്ന് തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പാറേക്കാട്ടിൽ കുഞ്ഞുവറിയത് 77 വയസ്സുള്ള ജോസാണ് മരിച്ചത്. നവംബർ 16 ഭാര്യയുടെ കല്ലറയിൽ മെഴുകുതിരി കത്തിക്കുന്നതിനിടയിൽ അടുത്ത കല്ലറയിലെ മെഴുകുതിരിയിൽ നിന്ന് മുണ്ടിലേക്ക് തീ പിടിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ ജോസ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്.
വീടിന് മുകളിൽ വിരിച്ച ടൈലുകളിൽ അടിക്കുവാനായി വാങ്ങിയ റൂഫ് ഷീൽഡിന് നിലവാരമില്ലെന്നാരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. എറിയാട് സ്വദേശി പൊന്നിലത്തു വീട്ടിൽ അബ്ദുൾ റഹ്മാൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് കോട്ടാറ്റുള്ള JK സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് ഉടമയ്ക്കെതിരെ തൃശൂർ ഉപഭോക്തൃ കോടതി വിധി പറഞ്ഞത്. വിൽപ്പന നടത്തിയ ഉൽപ്പന്നം മതിയായ ഗുണനിലവാരം പുലർത്തുന്നതല്ലെന്നും ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് വേണ്ടത്ര മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നില്ല എന്നും കോടതി വിലയിരുത്തി. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി. മദ്യവിമോചന മഹാസഖ്യം ജനറൽ സെക്രട്ടറി KM മഞ്ജുഷ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നയിക്കുന്ന വാഹനജാഥയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. KCBC മദ്യവിരുദ്ധ സമിതി തൃശൂർ അതിരൂപത ഡയറക്ടർ ഡോക്ടർ ഫാദർ ദേവസി പന്തലൂക്കാരൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ KM മഞ്ജുഷ, നിർവാഹക സമിതി അംഗം പോൾ ചെവിടൻ, കോഴിക്കോട് DCC സെക്രട്ടറി അബ്ദുറഹ്മാൻ, KCBC മദ്യവിരുദ്ധ സമിതി വൈസ് പ്രസിഡന്റ് TS എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ കഥകളി മഹോത്സവത്തിന് ചെറുതുരുത്തി കലാമണ്ഡലം നിള ക്യാമ്പസിൽ തിരിതെളിഞ്ഞു. പത്മശ്രീ കലാമണ്ഡലം ഗോപി കഥകളി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി അംഗം V മുരളി അധ്യക്ഷത വഹിച്ചു. കളിയച്ചൻ പുരസ്കാരം കഥകളി ആചാര്യൻ MPS നമ്പൂതിരിക്കും, നവജീവൻ പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രനും, ഗുരുപൂജ പുരസ്കാരങ്ങൾ ചുട്ടി കലാകാരി കലാമണ്ഡലം ബാർബറ വിജയകുമാറിനും, കഥകളി വേഷം കലാകാരൻ കലാമണ്ഡലം കേശവൻ നമ്പൂതിരിക്കും നൽകി. കഥകളി സ്കൂളിൽ അഭ്യസിച്ച പെൺകുട്ടികളുടെ കഥകളി അരങ്ങേറ്റവും കർണാടക സംഗീത അരങ്ങേറ്റവും ചെണ്ട വിഭാഗങ്ങളുടെ അരങ്ങേറ്റവും നടന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സംഗീതോത്സവമായ സൺബേൺ ന്യൂ ഇയർ ഈവ് ആഘോഷത്തിനായി തൃശൂരിൽ എത്തുന്നു. തൃശൂർ കോർപ്പറേഷൻ വ്യാപാരി വ്യവസായി ജില്ലാ സമിതി, ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ ന്യൂ ഇയർ ഈവിൽ ഇലക്ട്രോണിക് മ്യൂസിക് ആൻഡ് ഡാൻസ് സംഘടിപ്പിക്കുന്നത് എന്ന് മേയർ MK വർഗീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോകപ്രശസ്ത DJ താരങ്ങളായ മേരി ഫെറാറി, അന്ന ബ്രീത്ത് തുടങ്ങിയവർക്കൊപ്പം മലയാളത്തിന്റെ യുവഗായിക ഗൗരി ലക്ഷ്മിയുടെ ബാൻഡും ഇലക്ട്രോണിക് ഫയർ വർക്സും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറും. തൃശൂർ കോർപ്പറേഷനും വ്യാപാരികളും ചേർന്ന് നടത്തിവരാറുള്ള നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് പകരമായാണ് ഈ ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് മേയർ പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി, ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി കിരൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ വേലയോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് അനുമതിയില്ല. കേന്ദ്ര സ്ഫോടക വസ്തു ചട്ടപ്രകാരമാണ് കളക്ടർ അനുമതി നിഷേധിച്ചത്. പാറമേക്കാവ് വേല ആഘോഷം ജനുവരി 3-നും തിരുവമ്പാടിയുടെ വേല ആഘോഷം ജനുവരി 5-നുമാണ്. തേക്കിൻകാട് മൈതാനത്താണ് വേല വെടിക്കെട്ട് നടക്കാറുള്ളത്. വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതോടെ വേലയാഘോഷം സംബന്ധിച്ച പ്രതിസന്ധിയിലാണ് ഇരു ദേവസ്വങ്ങളും. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോഖാൻ കരാട്ടയുടെ നേതൃത്വത്തിൽ കൂടുതൽ കരാട്ടെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത URF വേൾഡ് റെക്കോർഡ്സ് പ്രകടനം തൃശൂരിൽ നടന്നു. ചിറ്റിലപ്പള്ളി IAS എഡ്യൂക്കേഷൻ സിറ്റി ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ്. ഫെഡറേഷന് കീഴിലുള്ള ഇന്ത്യക്കാരായ 404 പ്രഗത്ഭരായ കരാട്ടെ വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റും നൽകിക്കൊണ്ട് ഒറ്റ ഫെഡറേഷന് കീഴിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഒരേ സമയം ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയാണ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത്. തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ C സുനു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോഖാൻ കരാട്ടെ ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ചീഫ് എഡിറ്റർ ഓഫ് വേൾഡ് റെക്കോർഡ് ഡോക്ടർ ഗിന്നസ് സുനിൽ ജോസഫ് വേൾഡ് റെക്കോർഡ് പ്രഖ്യാപനം നടത്തി. തൃശൂർ സിറ്റി ISP ഹാർദിക് മീണ, UAE ക്യാപ്റ്റൻ മുഹമ്മദ് അസീസ് ഷെരീഫി, ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി NS റെൻഷി വിനു, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റെനി ഫ്രാൻസിസ്, ക്യോഷി EK അജയൻ, കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. 9 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ളവർ വേൾഡ് റെക്കോർഡ് പ്രകടനത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ ഏറ്റവും കൂടുതൽ പേർ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കുന്ന അവാർഡിംഗ് സെറിമണിയും നടന്നു. നിലവിൽ 20,000-ലധികം വിദ്യാർത്ഥികളും 250-ൽ പരം അധ്യാപകരുമുള്ള ഫെഡറേഷൻ ഇന്ത്യയിലടക്കം 7 രാജ്യങ്ങളിൽ കരാട്ടെ ക്ലാസുകൾ നടത്തിവരുന്നു. 2026ഓടുകൂടി 15-ലധികം രാജ്യങ്ങളിലേക്ക് ഫെഡറേഷൻ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത റെക്കോർഡ് ലക്ഷ്യമിട്ട് ജനുവരി 12-ന് 6,000-ലധികം പേർ പങ്കെടുക്കുന്ന പെർഫോമൻസ് ചാലിശ്ശേരി ക്ഷേത്ര മൈതാനിയിൽ നടത്തും. സിനിമ കാണാനെത്തിയ സ്ത്രീകളെ മദ്യലഹരിയിൽ ശല്യപ്പെടുത്തിയ ASIയെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ സ്റ്റേഷനിലെ ASI രാകേഷിനെയാണ് കാഞ്ഞാണിയിലെ സിനിമാ തിയേറ്ററിൽ നിന്ന് പോലീസ് എത്തി പിടികൂടിയത്. വാടാനപ്പള്ളി സ്വദേശിയായ ഇയാൾ സിനിമ കാണാനെത്തിയ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നതായി പരാതികൾ വന്നതോടെ തിയേറ്റർ ജീവനക്കാരാണ് പോലീസിൽ അറിയിച്ചത്.
അന്തിക്കാട് SI ജോസി ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് രാകേഷിനെ കസ്റ്റഡിയിൽ എടുത്തത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7130 രൂപ, പവന് 57,040 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3230 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ക്രിസ്തുമസ് പാപ്പാമാരുടെ സംഗമ കേന്ദ്രമായി തൃശൂർ നഗരം. ബോൺനത്താലെയിൽ അണിനിരന്നത് 15,000 പാപ്പാമാർ. BJP സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് മേയർ MK വർഗീസ് ക്രിസ്തുമസ് കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. സുനിൽകുമാറിന്റെ പ്രസ്താവനയെ വിലകൽപ്പിക്കുന്നില്ലെന്ന് മേയർ. ചാവക്കാട് വഖഫ് ഭൂമി വിവാദത്തിൽ ഭൂവുടമകൾക്ക് ആശ്വാസം. ഭൂവുടമകളിൽ നിന്ന് നികുതി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി. ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട 37 കുടുംബങ്ങൾക്കാണ് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിരുന്നത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ആദരസൂചകമായി രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.